ആ ഹലോ, ഞാനിവിടെ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്തിരിപ്പുണ്ട്. നീ ഇങ്ങോട്ട് വാ. ഞാൻ എണീറ്റില്ല. രാവിലെ അമ്മ എഴുന്നേറ്റ് കാപ്പി ഇട്ട് വെച്ച് കാണുമല്ലോ, നീ അത് എഴുന്നേറ്റ് കഴിച്ചും കാണും. ഇനി നീ വീട്ടിൽ ഇരുന്നാലും ഇല്ലെങ്കിലും വീട്ടുകാർക്ക് ഒരാവശ്യമില്ല നിന്നെ കൊണ്ട്. നീ ഇങ്ങോട്ട് വാ. എനിക്ക് റൂം വിട്ട് വെളിയിലോട്ട് പോകണമെന്നേ ഇല്ല. നീ അതിനകത്ത് കയറി ഇരുന്ന അവള് വിളിക്കാത്തൊന്നുമില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. അവൾ ഇന്നലെ രാത്രി വേറെ ഒരുത്തനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് തോന്നുന്നു. നീ അവിടെ കയറി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. നീ ഇങ്ങോട്ട് വാ, ഞാൻ എല്ലാം റെഡിയാക്കി തരാം. അതല്ല, ഞാൻ അങ്ങോട്ട് വരാനാണെങ്കിൽ പിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്നും എല്ലാം ചെലവാക്കി തരും. തൽക്കാലം നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ വീട്ടിൽ കയറിയിരിക്കുന്നു. നീ വീട്ടിൽ കയറിയിരുന്ന എന്തോ അവള് നിന്നെ വിളിക്കൂ. നിന്നോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എപ്പോഴും നിനക്കൊരു മെസ്സേജ് എങ്കിലും അയക്കേണ്ട സമയം കഴിഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നത്? മിനിഞ്ഞാന്ന് വരെ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിലാ ഇങ്ങനെ മനമാറ്റം. ആരെ സ്നേഹിച്ചാലും ഒരു തേപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു വേണം സ്നേഹിക്കാൻ. എന്നെ കണ്ടില്ലേ, എത്ര പേരെ എന്നെ സ്നേഹിച്ച് തേച്ചിട്ട് പോയെ എന്നും പറഞ്ഞ് ഞാൻ എന്നാലും വിഷമിച്ചിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ സ്നേഹിച്ചതുപോലെയാണോ ഞാൻ സ്നേഹിച്ചത്? ഞങ്ങൾ 5 വർഷമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. നീ അതും വിശ്വസിച്ച് ഇവിടെ കുത്തിയിരുന്നു. ഒന്നും കഴിക്കണ്ട, കുടിക്കണ്ട, ഇങ്ങനെ ഇരുന്നു. നിനക്കിപ്പോൾ അറിയാലോ അവൾ വേറൊരുത്തൻ്റെ ആണെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവളെ ഓർത്തോണ്ടിരിക്കുന്നത്? അവൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റിയെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞ് നീ തന്നെയല്ലേ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. നിനക്ക് ഈ ഇമോഷനകത്തൊന്ന് മാറണമെന്നില്ലേ? ഞാൻ പറയുന്ന കേൾക്ക്. നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ സുഹൃത്തിനെ ഒന്ന് കണ്ടു നോക്കണം. നിന്റെ കൂടെ ഞാൻ എവിടെ വേണമെങ്കിലും വരാം. എന്നെ വേണ്ടാത്തവളുടെ കൂടെ ഞാൻ ഇനി പോകത്തില്ല. നിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ശരിയായ തീരുമാനം. വാ, നമുക്ക് അവനെ കാണാൻ പോകാം. വണ്ടി ഇതാണോ നീ പറഞ്ഞ നിന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ? അതേടാ, പക്ഷെ ഇവൻ ഭയങ്കര ഡിപ്രഷനിലായിപ്പോ. ഇവന്റെ ബെസ്റ്റ് തേച്ചിട്ട് പോയി. ബെസ്റ്റി ആണെന്ന് ആര് പറഞ്ഞു? ഒരിഷ്ടക്കാരി, അതിനെ നീ ബെസ്റ്റി ആയിട്ട് കണ്ടു? അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. 5 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. ഇപ്പൊ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ശരിയാ. ഇഷ്ടമുണ്ടായിരുന്ന സമയത്ത് പല പ്ലാനുകളും ചെയ്തിരുന്നു കാണും. ഇഷ്ടമില്ലാതായപ്പോൾ പ്ലാനുകളെല്ലാം തെറ്റായിട്ട് വന്നിരിക്കുക. അത്രേ ഉള്ളൂ. എടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാതെ മര്യാദയ്ക്ക് അവന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു. എൻ്റെ പൊന്നുവായി, നമ്മളൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്. നമ്മളൊക്കെ ഇഷ്ടത്തെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലല്ല ഞങ്ങൾ സ്നേഹിച്ചത്. ശരിയായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെൻ്റെ ഇഷ്ടക്കാരാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തീരും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം. ശരിയല്ലടാ? അത് നീ പറഞ്ഞത് ശരിയാ. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ പൊതുവെ അടുപ്പിക്കാറില്ല. അതിപ്പം അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഞാൻ അവരെ മാറ്റി നിർത്താറാ പതിവ്. ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ സ്നേഹം അങ്ങനല്ല. എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരാമോ? കേട്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. അവർക്കിഷ്ടമല്ലാത്ത 100 കൂട്ടം തെറ്റുകളും പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതാണ് സ്നേഹം. അതായത് 100 കൂട്ടം ഇഷ്ടക്കേടുകളെ അതിജീവിക്കുന്നതാണ് സ്നേഹം. അത് കറക്റ്റാ. എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത എന്തോരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അവരെന്നെ സ്നേഹത്തിൽ ഇതുവരെയും ചേർത്ത് നിർത്തുന്നതല്ലാതെ ഇതുവരെയും തള്ളി പറഞ്ഞിട്ടില്ല. നീ ഇപ്പോൾ പറഞ്ഞപ്പോഴാ എനിക്ക് എൻ്റെ വീട്ടുകാർക്കുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉള്ള നമ്മളോടുള്ള സ്നേഹം. ബാക്കിയുള്ളവർ നമ്മുടെ ഇഷ്ടക്കാർ മാത്രമാണ്. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല. അത് ശരിയാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ആയപ്പോൾ അവൾക്കിപ്പോൾ എന്നോട് ഇഷ്ടമില്ലാതായി. യഥാർത്ഥത്തിൽ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. അതാണ് സത്യം. നമ്മളെ മാതാപിതാക്കളോ സഹോദരങ്ങളോ പിന്നെ ഭാവിയിൽ നമുക്ക്
ഭാര്യയോ കുട്ടികളോ വല്ലതും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. ബാക്കി നമ്മളെ ഈ കാണിക്കുന്നത് വെറും ഇഷ്ടങ്ങൾ മാത്രം. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്താണ് പരിപാടി? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൂടി വേണം. ഇനിയാണല്ലോ നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത്. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവക്കിട്ടുള്ള പണിയല്ലേ, അത് നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ കൂടെ കാണത്തില്ലേ? ഡൺ.